ഇൻസ്റ്റഗ്രാം റീൽസിനു വേണ്ടി ഒരു പെൺകുട്ടി കാട്ടിക്കൂട്ടുന്ന ഈ അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ നടുക്കമുളവാക്കുന്നതാണ്. റീൽസുകളിലൂടെ വൈറലാകാനാണ് പെൺകുട്ടിയും സുഹൃത്തും ഈ അതിസാഹസികത കാണിച്ചത്. പൂനെയിലെ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പെൺകുട്ടി സുഹൃത്തിന്റെ കയ്യിൽ തൂങ്ങിയാടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. ഒന്ന് കൈവഴുതിയാൽ മരണം വരെ സംഭവിക്കാമായിരുന്നു. അത് പൂനെയിലല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇതുപോലെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനുള്ള കുട്ടികളുടെയും യുവതി യുവാക്കളുടെയും നീക്കങ്ങളാണ് വലിയ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ +2 വിദ്യാർത്ഥിനിയായ ഇൻസ്റ്റഗ്രാം താരത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രായപൂർത്തിയാകും മുൻപ് തന്നെ പെൺകുട്ടി പലതവണ പീഡിപ്പിക്കപ്പെട്ടെന്നും ആൺസുഹൃത്ത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ വാർത്ത വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇൻസ്റ്റഗ്രാമിൽ റീൽസുകളിലൂടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ താരമായ തിരുവനന്തപുരത്തെ +2 വിദ്യാർത്ഥിനി. അവളുടെ പല വീഡിയോകളും നിരവധി കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ആ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്ത പലരെയും ഞെട്ടിച്ചത്. 17-കാരിയുടെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും ഇരുവരുടെയും മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്തതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ആ പെൺകുട്ടി പലതവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്നും പ്രതി ബിനോയ് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. ഇതുകൊണ്ടും തീർന്നില്ല. സുഹൃത്തുക്കളെ ഉപയോഗിച്ച് പ്രതി സൈബർ ആക്രമണം നടത്തിയെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. കേസിൽ ബിനോയ്ക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. നേരത്തെ കേസിൽ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയത്. എന്നാൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ബിനോയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് പോലീസ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റങ്ങളും ബിനോയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചെന്ന പ്രതി കഴിഞ്ഞ ദിവസം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു. പ്രമോഷൻ ഷൂട്ടിനെന്ന് പറഞ്ഞ പെൺകുട്ടിയെ വർക്കലയിലെ റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഗർഭിണിയായ പെൺകുട്ടിയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിച്ച ഗർഭചിത്രവും നടത്തി. ഇതിനുശേഷവും പീഡനം നടന്നുവെന്നും പോലീസ് പറയുന്നു. തുടർന്നാണ് ഇരുവരും വേർപിരിഞ്ഞത്. ഇതോടെ ബിനോയ് സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനെ തുടർന്ന് കുട്ടി വിഷാദത്തിന് അടിമപ്പെട്ടെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീടിനുള്ളിൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിലായ കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് മരിച്ചത്. 3 ദിവസത്തേക്കാണ് പ്രതിയെ പൂജപ്പുര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ വർക്കലയിലെ റിസോർട്ടിലും വെള്ളനാട്ടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ എങ്ങനെ ഭയം കൂടാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയും? ബസ്സിലും ട്രെയിനിലുമൊക്കെ യുവതികൾക്ക് നേരെ സഹയാത്രികരുടെ അതിക്രമം പതിവായിരിക്കുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് സമീപത്തിരുന്ന് യാത്ര ചെയ്ത യുവാവാണ്. 21-കാരിയുടെ പരാതിയിൽ തൊടുപുഴ സ്വദേശി ഫൈസലിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. യാത്രക്കിടെ നിരന്തരം ശരീരത്തിൽ സ്പർശിച്ചുവെന്ന പരാതിയിലാണ് പോലീസിന്റെ നടപടി. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ ബുധനാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന കുന്നമംഗലം സ്വദേശിനി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന തൊടുപുഴ സ്വദേശി ഫൈസൽ
നിരന്തരം സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചെന്നാണ് യുവതിയുടെ പരാതി. തുടർന്ന് യുവതി ബഹളം വയ്ക്കുകയും യാത്രക്കാരും ജീവനക്കാരും ഇടപെടുകയും ചെയ്തു. രാത്രി 12 മണിയോടെ ബസ് താമരശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തുകയും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. വൈകിട്ടോടെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലും KSRTC ബസ്സിൽ ഇത്തരത്തിൽ ഒരു യുവതിക്ക് നേരെ അതിക്രമം നടന്നിരുന്നു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും യുവതി പരാതി നൽകാത്തതിനാൽ വിട്ടയച്ചു. ന്യൂസ് 18 താമരശ്ശേരി. സ്വന്തം മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് കള്ളപ്പരാതി. ചെയ്യാത്ത തെറ്റിന് ദിവസങ്ങളോളം ജയിലിൽ. കൊല്ലം വാളകം സ്വദേശി ഹരികുമാറിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ 3 വർഷത്തോളം എടുത്തു. വ്യക്തിവിരോധം തീർക്കാൻ അയൽവാസി നൽകിയ പോക്സോ പരാതിയിലാണ് ഹരികുമാറിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കേസിലെ തെളിവായി ഹാജരാക്കിയ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ബോധ്യമായതോടെയാണ് കൊട്ടാരക്കര അതിവേഗ പോക്സോ കോടതിയുടെ നടപടി. പോക്സോ വകുപ്പുകളുടെ ദുരുപയോഗം നിരവധി നിരപരാധികളുടെ ജീവിതമാണ് തകർത്തിട്ടുള്ളത്. അയൽവാസിയായ വിദ്യാർത്ഥിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2021 കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥിനിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞുനോക്കിയെന്നും അശ്ലീലം കാട്ടിയെന്നും ആരോപിച്ചായിരുന്നു കേസ്. വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറുമായുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് കേസ് അട്ടിമറിച്ചതാണെന്ന വാദം അംഗീകരിച്ചാണ് കൊട്ടാരക്കര അതിവേഗ പോക്സോ കോടതി പ്രതി ഹരികുമാറിനെ വെറുതെ വിട്ടത്. പൊതുപ്രവർത്തകനും കരാറുകാരനുമായ ഹരികുമാറിനെ വ്യക്തിവിരോധത്താൽ വീട് കയറി ആക്രമിച്ചതിന് വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്കെതിരെ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലുണ്ടായ വിരോധം മൂലമാണ് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറിനെ മനഃപൂർവ്വം പോക്സോ കേസിൽ കുടുക്കിയതെന്നും പ്രതിഭാഗം വാദിച്ചു. ഹരികുമാർ എന്ന് പറയുന്ന തൊട്ടയൽവാസിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ തൊട്ടയൽവാസിയായിട്ടുള്ള ആളിനെതിരായിട്ട് കളവായി പരാതി കൊടുക്കുകയായിരുന്നു. അതിന്റെ കാരണം നേരത്തെ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമായും ബന്ധുക്കളുമായിട്ടും എല്ലാം നിരന്തരമായ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതി തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിന്മേൽ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ ഇനി മേലാൽ ഈ ഹരികുമാറിനെ യാതൊരു തരത്തിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല എന്നവിടെ എഴുതി വെക്കുകയും ചെയ്തു. അപ്പം അതിനുശേഷമാണ് അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ഈ പറയുന്ന ദിവസം അത് കറക്റ്റായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. കാരണം എന്നാണ് ഈ വീഡിയോ എടുത്തത് ഈ പറയുന്ന കേസിന് ആസ്പദമായ ദിവസമാണോ എന്ന് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ കേസിലെ വലിയ തെളിവായി ഹാജരാക്കിയ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും കോടതിക്ക് ബോധ്യമായി. കേസിന്റെ മഹസറിൽ ദൃശ്യങ്ങളുടെ കാര്യം വ്യക്തമാക്കാതെ തെളിവായി കൊണ്ടുവന്ന ദൃശ്യങ്ങളടങ്ങിയ പെൺഡ്രൈവ് കോടതി തള്ളി. ഹരികുമാറിനെ കേസിൽ കുടുക്കാൻ കുളിമുറിയുടെ ടിൻഷീറ്റിൽ കല്ലെടുത്ത് എറിയുകയും ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ഹരികുമാറിന്റെ വീഡിയോ ചിത്രീകരിക്കുകയുമായിരുന്നുവെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ഷൈൻ പ്രഭ, CG ശശികുമാർ, നിമിത കൃഷ്ണൻ, അനക സജു, M ബാലചന്ദ്രൻ എന്നിവർ ഹാജരായി. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. പൊട്ടച്ചിറ സ്വദേശി സന്തോഷ് കുമാറിനെ വീടിന് സമീപത്തു നിന്നും കാറിലെത്തിയ 5-അംഗ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരെക്കുറിച്ചോ അതിന്റെ കാരണമോ എന്താണെന്ന് വ്യക്തമായിട്ടില്ല. യുവാവിന്റെ മൊഴിയും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറയിലാണ് സംഭവം. രാവിലെ സ്കൂട്ടറിൽ ജോലിക്ക് പോവുകയായിരുന്ന അമ്പലപ്പാറ പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെയാണ് വീടിന് സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നിട്ടുള്ളത്. സ്കോർപിയോ കാറിലെത്തിയ 5-അംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന സന്തോഷിനെ ആക്രമിച്ച ശേഷം ബലമായി വണ്ടിയിൽ പിടിച്ചുകയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ചെറുത്ത സന്തോഷ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്.
രാവിലെ ഇന്നലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. ഈ ഒരു പോർഷനാണ് വണ്ടി ഉണ്ടായിരുന്നത്. വണ്ടി ഒരു ടാറ്റ സ്കോർപിയോ ആയിരുന്നു. സ്കോർപിയോ ഞാൻ വരുന്നത് കണ്ടതും റോഡ് ബ്ലോക്ക് ചെയ്ത് എന്നെ ഇടിച്ചിടാൻ നോക്കി. ആ സമയത്ത് ഞാൻ സഡൻലി ബ്രേക്ക് ചെയ്യുക കാരണം ഞാൻ നിലത്ത് വീണു. വീണ സമയത്ത് രണ്ടുപേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചു. ഞാൻ ഒച്ചത്തിൽ അലറി വിളിച്ച് തിരിഞ്ഞ് ഓടുകയും അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി ഇറങ്ങുകയും ചെയ്തു. സന്തോഷിന്റെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവർ ആരാണെന്നോ എന്താണ് ഉദ്ദേശമെന്നോ അറിയില്ലെന്നാണ് സന്തോഷ് പോലീസിന് നൽകിയ മൊഴി. കഴിഞ്ഞ 2 ദിവസമായി ഈ കാർ പ്രദേശത്ത് കറങ്ങി നടക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സന്തോഷും ഈ സംഘവും തമ്മിൽ എന്തെങ്കിലും മുൻപരിചയമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം ഓരോ മാതാപിതാക്കളെ സംബന്ധിച്ചും ഉറക്കം കെടുത്തിയ വാർത്തയായിരുന്നു. കൊടും ക്രിമിനലായ അക്രമിയുടെ ക്രൂരതയ്ക്കിരയായ പെൺകുട്ടി ഭാഗ്യം കൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. കേസിൽ പോലീസിന്റെ അന്വേഷണ മികവിനെ എത്ര പുകഴ്ത്തിയാലും മതിയാകില്ല. ഇനി പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതിനായി പോലീസ് കോടതിയിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. കുടക് സ്വദേശി സലീം എന്ന സൽമാനെ പ്രതിയാക്കിയുള്ള കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കുടക് സ്വദേശി PA സലീം എന്ന സൽമാൻ 1-ാം പ്രതിയും മോഷ്ടിച്ച കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈബ 2-ാം പ്രതിയുമാണ്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിന്റെ മുടിയുടെയും രക്തത്തിന്റെയും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 42 ശാസ്ത്രീയ തെളിവുകളുണ്ട്. കൃത്യം നടത്തിയതിനു ശേഷം പ്രതിയെ സൈക്കിളിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ സമീപത്തെ കടയുടമ, മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലെ ഉടമ തുടങ്ങി 67 സാക്ഷികളാണ് ഉള്ളത്. 4 CCTV ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി വധശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. പ്രതിക്കെതിരെ നേരത്തെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് നിലവിലുണ്ടെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ NP ആസാദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അടുത്താഴ്ച കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1-ൽ കുറ്റപത്രം സമർപ്പിക്കും. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടിയ പോലീസ് 35 ദിവസത്തിനകമാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. മെയ് 15 പുലർച്ചെ 3 മണിക്ക് മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയ സമയത്താണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. ഒളിവിൽ പോയ സലീം ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിയിലായത്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി കിഴുകാണത്ത് വനപാലകർ കള്ളക്കേസിൽ കുടുക്കിയ ആദിവാസി യുവാവും കുടുംബവും നീതി തേടിയുള്ള പോരാട്ടത്തിലാണ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ട് 6 മാസം കഴിഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. യുവാവിന് നീതി നിഷേധം തുടരുകയുമാണ്. സംഭവം നടന്ന് 1.5 വർഷമായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ഈ കുടുംബം. ഇടുക്കി കിഴുകാനം വനമേഖലയിൽ ആദിവാസി യുവാവായ സരുണിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം നടന്നിട്ട് 2 വർഷമാകാറായി. സരുൺ സജി കാട്ടിറച്ചി കടത്തിയെന്നായിരുന്നു കേസ്. ഇതേ തുടർന്ന് സരുണിനെ ജയിലിലടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു. ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ട് 6 മാസം കഴിഞ്ഞെങ്കിലും പുരോഗതിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർ നടപടികൾ എടുക്കാനോ നഷ്ടപരിഹാരം നൽകാനോ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. നമുക്ക് നിലപാട് എപ്പോഴും സർക്കാരും മറ്റ് എല്ലാവരും ഉദ്യോഗസ്ഥരും
നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ യാതൊരു രീതിയിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ പ്രധാനമായിട്ട് കാണുന്നൊരു നല്ല പരിപാടിയാണെന്ന് പറയുന്നത്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, അവര് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ല. കേസിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചില്ല. കേസുണ്ടായതോടെ ഈ കുടുംബത്തിന്റെ ജീവിതം തന്നെ വഴിമുട്ടി. മനുഷ്യാവകാശ കമ്മീഷന്റെ ഓരോ സിറ്റിംഗിലും പ്രതിഭാഗം കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതല്ലാതെ നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് കേസ് പിൻവലിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ആലോചിച്ചിട്ട് ഇതുപോലൊരു സമരം നടത്തില്ല. അതിശക്തമായ സമരം നടത്താൻ പോകും. 106 ശാഖകൾ കൂടി അതിശക്തമായ സമരം നടത്തും. നീതി ഒന്നും ലഭിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഡിഗ്രി വരെ പഠിപ്പിച്ചത് വെറുതെ പഠിപ്പിച്ചേ ഉള്ളൂ. ജോലി കിട്ടുമോ? ഈ കേസ് എടുക്കുന്നുണ്ട്, ഒരു പരിപാടി നടക്കുക. ഈസി എഴുതുന്നുണ്ട്, ഇതിട്ടെന്ന കാര്യം? 3 ജോലി പോയി. അനീതിക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും ശക്തമായ സമരം തുടരാനും ഉള്ളാട മഹാസഭയും തീരുമാനിച്ചു. ഇതിന്റെ ആദ്യപടിയായി കിഴുകാനം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു. ന്യൂസ് 18 ഇടുക്കി. മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും സിനിമാ പ്രേമികളെ കബളിപ്പിക്കുകയായിരുന്നു. റെക്കോർഡ് കളക്ഷൻ നേടിയെന്ന അവകാശവാദം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് ED കണ്ടെത്തൽ. അതിനായി കള്ള ടിക്കറ്റുകൾ ഉണ്ടാക്കി ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരന്റെയും അക്കൗണ്ടുകൾ ED മരവിപ്പിക്കും. പറവ വിതരണ കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിക്കാനാണ് നീക്കം. ഇതോടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച വിവരങ്ങളും ED ശേഖരിക്കും. സിനിമയുടെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള EDയുടെ കേസിലേക്ക് എത്തിയത്. നേരത്തെ പറവ ഫിലിംസിന്റെ ഉടമസ്ഥരായ ഷോൺ ആന്റണിയെയും നടൻ സൗബിൻ ഷാഹിറിനെയും ED ചോദ്യം ചെയ്തിരുന്നു. പണത്തിന്റെ ഉറവിടം, ലാഭം, പണം ഏതു തരത്തിൽ ചിലവാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി 7 കോടി രൂപ മുടക്കിയ മറ്റൊരു നിർമ്മാതാവായ അരൂർ സ്വദേശി സിറാജിന് പണം തിരികെ നൽകിയില്ലെന്ന പരാതിയിൽ പോലീസും കേസെടുത്തിരുന്നു. പറവ ഫിലിംസ് നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയാണെന്നും സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചുവെന്നാണ് ഹൈക്കോടതിയിൽ എറണാകുളം മരട് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കുവാനും ED ഒരുങ്ങുന്നുണ്ട്. കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ 2 സിനിമാ നിർമ്മാതാക്കൾ EDക്ക് കൈമാറിയ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചും കൂടുതൽ പരിശോധന നടത്തും. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് ഓൺലൈൻ വഴി വരുത്തിയ മൊബൈൽ ഫോണുകൾ വിദഗ്ധമായി തട്ടിയെടുത്ത് ഡെലിവറി സംഘം. വ്യാജവിലാസത്തിൽ ഓർഡർ ചെയ്തു വരുത്തിയതിനു ശേഷം മേൽവിലാസക്കാരൻ മടക്കി അയച്ചതായി കാണിച്ചാണ് മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തത്. ഇങ്ങനെ 2 മാസത്തിനിടെ പ്രതികൾ കവർന്നത് 15ഓളം വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളാണ്. സംഭവത്തിൽ പോത്തൻകോട് സ്വദേശികളായ അരുൺ, അജ്മൽ എന്നിവരെ മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഫ്ലിപ്കാർട്ട് വഴി വില കൂടിയ മൊബൈൽ ഫോൺ വരുത്തിയ ശേഷമായിരുന്നു കവർച്ച. പോത്തൻകോട് ഐരൂപ്പാറ സ്വദേശി അരുൺ, കല്ലൂർ സ്വദേശി അജ്മൽ എന്നിവരാണ് മംഗലപുരം പോലീസിന്റെ പിടിയിലായത്. ഓൺലൈൻ വഴി വ്യാജ മേൽവിലാസത്തിൽ മൊബൈൽ ഫോണുകൾ ഓർഡർ ചെയ്ത് വരുത്തിയതിനു ശേഷം മേൽവിലാസക്കാരൻ മടക്കി അയച്ചതായി കാണിച്ച് തിരികെ ഡെലിവറി സ്ഥാപനത്തിലെത്തിക്കും. ഇതിനു മുൻപായി പാക്കറ്റിലുള്ള മൊബൈൽ ഫോണുകൾ എടുത്ത ശേഷം കവറുകൾ മാത്രം തിരികെ കൊടുക്കുന്നതാണ് പ്രതികളുടെ രീതി. കഴിഞ്ഞ മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പ്രതികൾ കവർന്നത് 15ഓളം വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളാണ്. കവർന്നെടുത്ത ഫോണുകൾ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തി. വിറ്റഴിച്ച 6 മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തു. പാക്കറ്റുകളിൽ നിന്നും ഫോണുകൾ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി ഏജൻസിയായ ഇ-കാർട്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത ഒരു കേസിലേക്കാണിനി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 200ഓളം ചെറുപ്പക്കാരിൽ നിന്നും 5 കോടിയോളം രൂപ തട്ടിയെടുത്ത ശേഷം ഒളിവിൽ പോയ റിക്രൂട്ടിംഗ് ഏജൻസി ഉടമയെ പോലീസ് പിടികൂടി. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കൊളംബസ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം വഴി തട്ടിപ്പ് നടത്തിയ വണ്ണപ്പുറം സ്വദേശി ജോബി ജോസാണ് പോലീസിന്റെ പിടിയിലായത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. തൊടുപുഴയിൽ തുടങ്ങിയ സ്ഥാപനം വഴി UK-യിൽ ബുച്ചർ, കെയർടേക്കർ എന്നീ ജോലികൾക്ക് വിസ നൽകാമെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയാണ് ജോബി ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത്. ഈ തസ്തികകളിൽ 600 ഒഴിവുകൾ UK-യിലുണ്ടെന്ന് വിശ്വസിപ്പിച്ച് 3 മുതൽ 12 ലക്ഷം രൂപ വരെയാണ് ഇയാൾ ഓരോരുത്തരിൽ നിന്ന് ഈടാക്കിയത്. ഏറെ നാൾ കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതിരുന്നതോടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21-ന് ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകി. തൊടുപുഴയിലെ സ്ഥാപനത്തിൽ പോലീസ് ജോബിയെ അന്വേഷിച്ചെത്തിയെങ്കിലും ഓഫീസ് അടച്ചുപൂട്ടിയിരുന്നു. ആദ്യം വന്ന പരാതികളിൽ ചിലത് ഇയാൾ പണം തിരികെ നൽകി ഒതുക്കി തീർത്തു. എന്നാൽ മറ്റു ജില്ലകളിൽ നിന്നും വ്യാപകമായി പരാതികൾ വന്നതോടെയാണ് ജോബി ഒളിവിൽ പോയത്. ഞാൻ പുറത്തേക്ക് വൈഫിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കൊളംബസ് എന്ന് പറഞ്ഞ ഏജൻസിയിൽ UK-ക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു. 2.5 വർഷമായിട്ട് കൊടുത്തതാണ്. പലതവണ ഞങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിക്കും, ഫേക്കായിട്ടുള്ള ഇൻ്റർവ്യൂ ഇതെല്ലാം നടത്തി 3 ലക്ഷം രൂപ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞ് ഇത് ചെയ്തപ്പോഴാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വന്നേക്കണം. ഒരു സർട്ടിഫിക്കറ്റ് പല പേരുകളിലായിട്ടാണ് ഇൻഷിൽ മാറി വന്നു. അങ്ങനെ പല കാര്യങ്ങളായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു തവണ ഇവിടെ പെറ്റീഷനായിട്ട് കൊടുത്തു. അന്ന് കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്ന് വിട്ടു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇതായിട്ട് വന്നപ്പോഴത്തേക്കും ഇവൻ ഒരു കേസിൽ അറസ്റ്റായി. പിന്നീട് ഇവനെ കാണാതെ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം പോകും. പിന്നെ വീട്ടുകാർ പ്രൊട്ടക്ഷനൊക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ പോലീസുകാർ ഞങ്ങളെ അവിടെ നിന്ന് പോകാൻ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഇവിടെ അറസ്റ്റ് നടന്നേക്കണത്. ഇയാൾ വിദേശത്തേക്കു കടക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടെ ഗോവ, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ് വഴി ജോബി നേപ്പാളിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം നേപ്പാളിൽ നിന്നും തിരികെ ഇന്ത്യയിലേക്ക് കടക്കാനായി അതിർത്തിയായ UP-യിലെ സൊനൌലിയിലെത്തിയപ്പോൾ ഇമിഗ്രേഷൻ വിഭാഗം പ്രതിയെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. പോലീസ് പെട്രോളിന് പോകുന്നത് എറണാകുളം പെരുമ്പാവൂരിലേക്കാണ്. പെരുമ്പാവൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് പണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി അബിൻ ടോമിയാണ് പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിന് ശേഷം ഇതര സംസ്ഥാന ക്യാമ്പിൽ ഒളിവിലായിരുന്ന പ്രതിയെ സാഹസികമായാണ് പോലീസ് പൊക്കിയത്. ഇയാൾ മോഷണം, അടിപിടി, കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 3-നാണ് പെരുമ്പാവൂർ 1-ാം മൈലിൽ താമസിക്കുന്ന ജയശ്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കവർച്ച നടത്തിയത്. ജയശ്രീയുടെ ഭർത്താവ് ബാബു രാത്രിയിൽ ജോലിക്കായി പുറത്തുപോയ ദിവസം വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് വീടിനകത്ത് പ്രവേശിച്ച പ്രതി ഇവിടെ ഉണ്ടായിരുന്ന പണം കവർച്ച ചെയ്തു. പിന്നീട് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മുഖത്ത് ഇയാൾ മൊബൈൽ ടോർച്ച് അടിച്ചു. വെളിച്ചം മുഖത്തടിച്ചപ്പോൾ ഞെട്ടിയുണർന്ന വീട്ടമ്മയുടെ വായി ഇയാൾ പൊത്തിപ്പിടിച്ചു. ഈ സമയം ജയശ്രീ പ്രതിയുടെ വിരലിൽ കടിച്ചതിനെ തുടർന്ന് ഇയാൾ മൊബൈൽ ഫോൺ അവിടെ വലിച്ചെറിഞ്ഞ ശേഷം കടന്നു കളയുകയായിരുന്നു. തുടർന്ന് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ASP മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കോതമംഗലം നെല്ലിക്കുടിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ലേബർ ക്യാമ്പിൽ ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിസാഹസികമായാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. പ്രതിക്കെതിരെ കുറുപ്പമ്പടി, കോതമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി അടിപിടി കേസുകൾ നിലവിലുണ്ട്. പെരുമ്പാവൂർ, കോടനാട് പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകളിലും ഒരാളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി 1 ലക്ഷം രൂപയും ഇന്നോവ കാറും കവർന്ന കേസിലും പ്രതിയാണ്. പിടിയിലായ അബിൻ ടോമിയെ
പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഉപജീവന മാർഗമായിരുന്ന മത്സ്യവില്പനശാല രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചു കളഞ്ഞതായി പരാതി. കൊല്ലം പത്തനാപുരത്തിന് സമീപം കടയ്ക്കാമണ്ണിൽ പ്രവർത്തിച്ചിരുന്ന മീൻകടയാണ് പൊളിച്ചു മാറ്റിയത്. കടയിൽ കച്ചവടം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിരോധം തോന്നിയവരാണ് ഇതിന് പിന്നിലെന്നാണ് സംശയം. കടയുടമ സാബുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 15 അടിയോളം ഹൈറ്റിലാണ് ഈ തോട്ടിലാണ് ഇവരുടെ അടുത്ത് മറിച്ചിരിക്കുന്നത്. രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് ഇത് മറിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 15 അടിയോളം താഴ്ചയുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി പത്തനാപുരം കുണ്ടയം സ്വദേശി സാബുവിന്റെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഈ മത്സ്യവില്പനശാല. പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ഇവിടെ കട പ്രവർത്തിച്ചിരുന്നത്. പ്രദേശവാസികളുമായുള്ള ആത്മബന്ധവും വിലക്കുറവും വലിയ തോതിൽ കച്ചവടം നടത്തുന്നതിന് സാബുവിനെ സഹായിച്ചു. വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയാണ് കട പ്രവർത്തിച്ചിരുന്നത്. ഒരു പ്രത്യേക സംഭവവികാസങ്ങളുമില്ലാതെ കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ കട തല്ലി തകർക്കുകയായിരുന്നു. നമ്മുടെ ഒരു ജീവിതമാർഗമാണ് ഈ ഒരു കട. അപ്പോൾ ഇന്നലെ രാത്രി ആരോ വന്ന് ഈ കട ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തോട്ട് എടുത്ത് മറിച്ച് എൻ്റെ 10-20,000 രൂപയുടെ സാധനം ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ച്. പിന്നെ നമ്മളാകെ ഇതുകൊണ്ടാണ് നമ്മുടെ ഉപജീവന മാർഗം നടത്തുന്നത്. നമുക്ക് വേറെ വരുമാനമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും കൊടുക്കാനും മേടിക്കാനൊന്നുമില്ല. നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങൾ. ഞാനൊരു 4 മണിയാകുമ്പോൾ ഇവിടെ വരും, 8 മണിയാകുമ്പോൾ പോകും. ഈ ഇവിടെയുള്ള നാട്ടുകാരെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ ആരുമായിട്ടൊരു ശത്രുവില്ല. നമ്മളിവിടെ വന്ന് പിള്ളേർക്ക് അരി മേടിക്കാൻ വരുന്നതാണ്. എൻ്റെ ഉപജീവന മാർഗമാണ് ഇവരെടുത്ത് താഴോട്ടിട്ടത്. കടയിൽ ദിനംപ്രതി കച്ചവടം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് തോന്നിയ മറ്റേതെങ്കിലും കച്ചവടക്കാർ ചെയ്തിരിക്കാമെന്നാണ് സംശയം. 20,000 രൂപയോളം നഷ്ടം സംഭവിച്ചതായി സാബു പറയുന്നു. ഇയാളുടെ പരാതിയിൽ പത്തനാപുരം പോലീസ് അന്വേഷണം തുടങ്ങി. പത്തനാപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. 7 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച പോക്സോ കേസിൽ പ്രതിക്ക് 16 വർഷം തടവ്. പത്തനാപുരം തേവലക്കര സ്വദേശി ഹമീദിനെയാണ് കരുനാഗപ്പള്ളി അതിവേഗ കോടതി 16 വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചത്. തൃശൂരിൽ പരോളിലിറങ്ങിയ കൊലപ്പുള്ളി വയോധികയെ ആക്രമിച്ചു. ബന്ധുവായ ലീലയെ ആക്രമിച്ച പ്രതി രതീഷിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരനിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടി. മൊബൈൽ ഫോൺ കണ്ടെടുത്തത് എറണാകുളം സ്വദേശി അനീഷിന്റെ പക്കൽ നിന്നും. മലപ്പുറത്ത് പട്ടയം നൽകാൻ കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ. തുവൂർ വില്ലേജ് ഓഫീസർ കെ സുനിൽ രാജിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. രേണുകാസ്വാമി കൊലക്കേസ് പ്രതിയായ കന്നഡ നടൻ ദർശന് ജാമ്യമില്ല. ദർശനെയും മറ്റ് 3 പ്രതികളെയും 2 ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ബീഹാറിൽ അറസ്റ്റിലായ പ്രതികൾ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി. ചോദ്യപേപ്പർ കിട്ടാനായി 40 ലക്ഷം രൂപ ചോദിച്ചതായും പരീക്ഷയുടെ തലേ ദിവസം ചോദ്യപേപ്പറും ഉത്തരങ്ങളും കിട്ടിയെന്നും മൊഴി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. 1 ലക്ഷം രൂപയുടെ ബോണ്ടിന്മേലാണ് ജാമ്യം കിട്ടിയത്. സ്വന്തം മകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഓരോ അച്ഛന്മാരുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ മക്കളെ പോലും ലൈംഗികമായി ചൂഷണം ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന ചില വെറുക്കപ്പെട്ട അച്ഛന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. മലപ്പുറത്ത് ഏതാനും വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാകും. സ്വന്തം മകളെ ലൈംഗികമായി പീഡിപ്പിച്ച 43-കാരന് കോടതി 11 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 14 വയസ്സുള്ള കുട്ടിക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തമുള്ള പിതാവാണ് കുറ്റം ചെയ്തത് എന്നത് ഏറെ ഗൗരവകരമാണെന്ന് നിരീക്ഷിച്ചാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവ്. ഇതുപോലുള്ള നരാധമന്മാരെ പുറത്തിറങ്ങാൻ പോലും അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.